ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജന്മസ്ഥലമായ പുട്ടപർത്തിയിലെ പ്രശാന്തി നിലയത്തിലെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് വിവിധതരം തോരണങ്ങളും ക്രിസ്മസ് ട്രീകളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അവിടം മുഴുവൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശാന്തസുന്ദരമായ ഒരിടം. ഭക്തരും കർമ്മനിരതരുമായ ഒരു പറ്റം ആളുകളെ നിങ്ങൾക്കിവിടെ കാണാം. ഈ മതിൽക്കെട്ടും ബിൽഡിങ്ങുകളും പ്രശാന്തി നിലയത്തിൻ്റെതാണ്. ഇതിനോട് ചേർന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുഖ്യ കവാടത്തിലേക്ക് എത്തിച്ചേരാം. എല്ലാ മതചിഹ്നങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് പ്രശാന്തി നിലയം. ഇതാണ് പ്രശാന്തി നിലയത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന കവാടം. ഇതുവഴി അകത്തേക്ക് പ്രവേശനമില്ല. വൃക്ഷലതാദികൾ കൊണ്ട് നിബിഡമായ ഇവിടം വളരെയധികം കുളിർമയേകുന്നതാണ്. ഇതിനകത്ത് തന്നെ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാവുന്ന സൂപ്പർ മാർക്കറ്റുകളും ബുക്ക് സ്റ്റാളുകളും മറ്റും കാണാം. സായി വിശ്രാന്തി പാർക്ക് എന്ന ഒരു വിശ്രമ സ്ഥലവും ഇതിനകത്തുണ്ട്. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലുള്ളവരെയും നിങ്ങൾക്കിവിടെ കാണാം. നോർത്ത് ഇന്ത്യൻ ക്യാൻറ്റീൻ, സൗത്ത് ഇന്ത്യൻ ക്യാൻറ്റീൻ എന്ന രണ്ട് വിധത്തിലുള്ള ക്യാൻറ്റീനുകൾ ഇവിടെ കാണാം. ഓരോ സ്ഥലത്തും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ഇടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രശാന്തി നിലയത്തിലെ അന്തേവാസികൾക്കും ഭക്തർക്കും പ്രശാന്തി നിലയത്തിനുള്ളിൽ തന്നെ ഒരുപാട് ക്വാർട്ടേഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രശാന്തി നിലയത്തിന് പുറത്തുള്ള വാസവി നിവാസ് എന്ന അതിവിശാലമായ ഒരു സമുച്ചയത്തിലാണ് താമസിച്ചത്. വളരെയധികം സൗകര്യങ്ങളും ഉച്ചഭക്ഷണവും എല്ലാം സൗജന്യമായി നൽകുന്ന ഒരിടമാണ് ഇവിടം. ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രശാന്തി നിലയത്തിലെ പുറത്തേക്കുള്ള കവാടത്തിനോട് അടുത്തു തന്നെയാണ്. ഇതാണ് വാസവി നിവാസിലെ അതിവിശാലമായ അകത്തളം. ഒരുപാട് പേർക്ക് ഒരേ സമയം ഇവിടെ താമസിക്കാനാകും.